അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കടം ജനാസ പള്ളിയിൽ കൊണ്ടുവച്ചിട്ടല്ല പറയേണ്ടത്, എഴുതി വെക്കണം. വീട്ടാൻ പറ്റുന്നവര് കടങ്ങൾ വീട്ടടോ, പറ്റാത്തവർ എഴുതി വെക്കണേ. എഴുതി വെക്കാതെ ഉറങ്ങല്ലേ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഒരു മനുഷ്യന്റെ മരണം അവന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവന് യാചിക്കുന്നത് എന്തിനു വേണ്ടിയാ? അവന് യാചിക്കുന്നതിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് യാചിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാണ്, ഒരാളുടെ മരണം അടുത്തു വരുമ്പോ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോ ഒരു മനുഷ്യന് യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? സഹോദരാ സഹോദരി, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീർ ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, എന്തിനാണ് യാചിക്കുന്നതെന്നറിയോ? എന്തിനാ യാചിക്കുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവൻ യാചിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരെ, നബി തങ്ങൾ അവിടുന്ന് ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. പടച്ചവനെ, ഇന്ന് മുതൽ 4-5 ദിവസം ഇവിടത്തെ ഉറൂസാണല്ലോ. ഈ പള്ളിയിലും ഈ മഖാമിന്റെ ചാരത്തും നടക്കുമ്പോ ഖബർ കാണുന്ന ചെറുപ്പക്കാരാ, നീ ആവശ്യമില്ലാത്ത ചിന്തകളുമായി നടക്കുമ്പോ നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ തന്റെ വീടിന്റെ മുമ്പിൽ ഖബർ കുടിക്കുകയാണ്. തന്റെ വീടിന്റെ മുമ്പിൽ ഖബർ കുടിക്കുകയാണ്. പടച്ചവനെ, രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാ. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുറ്റത്ത് ഖബർ കുടിച്ചിട്ടിട്ട് രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് ഇറങ്ങിക്കിടന്നുകൊണ്ട് കരയുകയാ. പടച്ചവനെ, ജനങ്ങൾ, അയൽവാസികൾ പരാതി പറഞ്ഞു. അയൽവാസികൾ പരാതി പറഞ്ഞു. റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ അയൽവാസികൾ വീടിന്റെ മുറ്റത്ത് ഖബർ കുടിച്ചിട്ടിട്ട് ആ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുന്നു എന്ന് പരാതി പറഞ്ഞപ്പോ, സുബ്ഹാനല്ലാഹ്, റബീഅ ഇബ്നു ഖൈസം തന്റെ റൂമിനകത്ത് ഖബർ കുടിക്കുകയാ. ആ ഖബറിനകത്ത് ഇറങ്ങി കിടക്കുകയാണ്. ഖബറിനകത്ത് ഇറങ്ങിക്കിടന്നിട്ട് പലകകൾ മുഴുവനും എടുത്ത് അടച്ചു വെക്കുകയാ. എന്നിട്ട് ആ ഖബറിനകത്ത് കിടന്ന് കരയും. ആ ഖബറിനകത്ത് കിടന്ന് കരയും, റബ്ബിർജിഊ, എന്നെ മടക്കട്, എന്നെ മടക്കട് എന്ന് ഖബറിനകത്ത് കിടന്ന് കരയുമ്പോ കുടുംബക്കാര് എഴുന്നേറ്റ് വന്ന് പലകയെടുത്ത് മാറ്റിയിട്ട് ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാ. പടച്ചറപ്പേ, ഒരു ദിവസം ഖബറിനകത്ത് പാതിരാത്രിയിൽ എഴുന്നേറ്റ് കിടക്കുകയാണ്. എന്നിട്ട് പലക നിരത്തിയിട്ട് റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുകയാ, എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്കൊരവസരം തരണേ എന്ന് ഖബറിനകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുമ്പോ പടച്ചറപ്പേ, ഭാര്യ എവിടെന്ന് ഉറങ്ങുകയാണ്. ഭാര്യ എവിടെന്ന് ഉറങ്ങുകയാണ്. അവസാനം നിലവിളി കേട്ട് എഴുന്നേറ്റ് ചെല്ലുമ്പോ ഖബറിനകത്ത് തളർന്നു കിടക്കുന്ന റബീഅ ഇബ്നു ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അവിടുന്ന് കയ്യിൽ പിടിച്ചുയർത്തുമ്പോ ബോധം വന്നപ്പോ അവിടുന്ന് സ്വന്തം ശരീരത്തോട് പറയുകയാ, ഇന്ന് നിന്നെ ഇതുപോലെ രക്ഷപ്പെടുത്തിയല്ലോ, നിന്നെ ഈ ഖബറിനകത്ത് നിന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, എന്റെ മക്കളുണ്ടായിരുന്നു. പക്ഷേ എത്ര കരഞ്ഞാലും രക്ഷപ്പെടുത്താൻ ആളില്ലാത്ത ഒരു ദിവസം വരാനുണ്ട്.
ഇന്ന് നീ നിലവിളിച്ചപ്പോ ഈ ഖബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ ആള് കടന്നു വന്നു. എന്നാൽ എത്ര കരഞ്ഞാലും ഒരു മനുഷ്യനും രക്ഷപ്പെടുത്താത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അതിനു മുമ്പ് നീ തയ്യാറെടുക്കടേ, അതിനു മുമ്പ് നീ തയ്യാറെടുക്കടേ എന്ന് സ്വന്തം നഫ്സിനോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരങ്ങളെ സഹോദരിമാര്, ഒരാളുടെ മരണം കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ അവന് ഒന്നാമത് യാചിക്കുകയാണ്. എന്തിനാ പെങ്ങളെ? നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, നോമ്പ് പിടിക്കാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, യാത്ര പറയാനല്ല, കടം വീട്ടാനല്ല, മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനല്ല, ദിക്റ് പറയാനല്ല. ഒരാളുടെ മരണസമയം അടുത്തു വരുമ്പോ ഒന്നാമതായി യാചിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഒരു മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് സദഖ ചെയ്യാൻ ഒരവസരം തരണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരാളുടെ മരണം അടുത്തു വരുമ്പോ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ ആ മനുഷ്യൻ യാചിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിസ്കരിക്കാൻ വേണ്ടിയല്ല. അസ്റായിലെ, എനിക്ക് ഇത്തിരി സമയം എന്താ, ഞാൻ നിസ്കരിക്കട്ടെ, ഞാൻ ഖുർആൻ ഓതട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, ഇതിനൊന്നുമല്ല. ആ മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് സദഖ ചെയ്യാൻ ഒരല്പ സമയം വേണമെന്ന് ആ മനുഷ്യൻ യാചിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സദഖയുടെ മഹത്വം അവിടെയാ മനസ്സിലാക്കണ്ടേ. ഒരാളുടെ മരണം കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ എനിക്ക് നിസ്കരിക്കാൻ സമയം എന്താ എന്നല്ല ചോദിക്കുന്നത്. ഒന്നാമത് പറയുന്നത്, എനിക്ക് സദഖ കൊടുക്കാൻ സമയം തരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഘാടകര് ബക്കറ്റ് എടുത്തു, കറക്റ്റ് സമയത്ത് എടുത്ത് ഇന്ന് ഈ ബക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും വിട്ടാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് അസ്റായിലിനോട് സമയം ചോദിക്കണം. ഇന്ന് രാത്രി മരിച്ച, ഈ വയത് കഴിഞ്ഞിട്ട് ഇന്ന് പോകുന്ന രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും മരിച്ച, അസ്റായിലെ എനിക്ക് സദഖ കൊടുക്കാൻ ഇത്തിരി സമയം വേണോ എന്ന് യാചിക്കണോ വേണ്ടയോ എന്ന് ഈ ചങ്ങാതി ബക്കറ്റുമായിട്ട് മുമ്പിൽ വരുമ്പോ നീ തീരുമാനിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് യാചിക്കാൻ വയ്യ, പിടിച്ചോ, ബിസ്മില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട്ട്, ഇല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ഇരുന്നോ, മസരി പിടിച്ചിരുന്നോ, കൊടുക്കരുത്. 100-200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം. അൽഹംദുലില്ലാഹ്, ഇന്ന് ഒന്നാമത്തെ ദിവസം. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തുകൊണ്ട് നീ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് വരുമ്പോ വാപ്പാ യാചിക്കേണ്ടി വരില്ല. വാപ്പാ, ചെറുപ്പക്കാരാ, എനിക്കൽപ്പ സമയം എന്താ, പെങ്ങളെ ചോദിക്കേണ്ടി വരില്ല. പൊന്നുമോള് അസ്റായിലേ, എനിക്കൽപ്പ സമയം എന്താ, എന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണമെന്ന് ഊരി കൊടുക്കാറ് എന്റെ ഭർത്താവ് അടുത്ത് കിടക്കുന്നുണ്ട്. ഞാൻ എന്റെ ഇക്കാനോടൊന്ന് പറയട്ടെ, എന്റെ സ്വർണം ഞാൻ മരിച്ചാൽ തീങ്കാറയിൽ കൊടുക്കണം. പടച്ചവനെ, കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കണമെന്ന് പറയാറ് ഒരു സെക്കൻഡിന് വേണ്ടി യാചിച്ചാലും നിനക്ക് അല്ലാഹു സമയം തരില്ല പെങ്ങള്. വാപ്പാ, ഒരുപാട് സമ്പത്തുകൾ വാരിക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. പടച്ചവനെ, മരണസമയം അടുത്തു വരുന്ന സമയത്ത് ചോദിക്കുകയാ, ഒരു നിമിഷം ദാ എന്റെ സമ്പാദ്യത്തിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് പടച്ചവര് ഈ കോളേജിൽ പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന ഒരു പൊന്നുമോന്, എനിക്ക് ഹാഫിളാകാൻ പറ്റിയില്ല, ആലിമാകാൻ പറ്റിയില്ല. പടച്ചവനെ, ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെയെങ്കിലും എന്റെ പേരിലൊന്ന് പഠിപ്പിക്കണേ എന്ന് പറയാനുള്ള ഒരു സമയത്തിന് വേണ്ടി യാചിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ